വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പാപത്തെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും വിവരിക്കുന്ന 2 തിരുവചനങ്ങളാണ് റോമ 3:23 6:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശു മിശിഹായെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി 3 ആണികളാൽ കുരിശിൽ രക്തം ചിന്തി മരിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും വഴി വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കുകയും ചെയ്യണമേ. ആമേൻ.